ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സയൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് കല്യാണ വീട്ടിലേതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഏകദേശം എൻ്റെ മനസ്സിൽ എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതിനായിട്ട് അധികം വലുപ്പമില്ലാത്ത ചിക്കനാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ പീസായിട്ടല്ല, ഒരു ചെറിയ പീസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചില്ലി ചിക്കൻ പീസായിട്ടാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാരണം കാശ്മീരി വെച്ചിട്ടാണ് അവരിത് കൂടുതലും ചെയ്യുക. അതാണ് നല്ലൊരു കളറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കാശ്മീരി മാത്രം വെച്ചാൽ നമുക്കൊരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 മുളക് മിക്സായിട്ട് ചേർക്കുന്നത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്ന് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1/4 ഭാഗം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 മുറി മതി. ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മുൻതൂക്കം ഉപ്പിരിക്കുന്നതാണ് ചിക്കൻ എപ്പോഴും ടേസ്റ്റ്. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്രിസ്പിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. വൈറ്റ് എള്ള്. ഇത് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാദ്യം നമ്മൾ ചേർത്ത് കൊടുക്കാതെ ഒരുപാടങ്ങ് ഞെരടി കളയണ്ടെന്ന് കരുതിയിട്ടാണ്. ലാസ്റ്റ് ഫിനിഷിങ്ങിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത ശേഷം നല്ല സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് പാത്രം ഇവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കന് മുങ്ങിപ്പൊരിയാനുള്ള വെളിച്ചെണ്ണ ഉണ്ടായിരിക്കണം. ഞാൻ ഇതുവരെ കുറഞ്ഞ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന റെസിപ്പീസാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ കൂടുതൽ എണ്ണയിൽ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിലേക്ക് ഈ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് നിറച്ച് ഇട്ട് കൊടുക്കണ്ട. ഏകദേശം ഒന്ന് ഇളക്കിയെടുക്കാനുള്ള ഒരു സ്പേസ് വെച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ആയ ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ മാത്രമേ നമ്മുടെ ചിക്കന് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇട്ട ഉടനെ നമ്മൾ ഒരിക്കലും ഇത് മറിച്ചിടരുത്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ അങ്ങ് മാറിപ്പോകും. ഒന്ന് പിടിച്ച് വന്ന ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇത് കുക്കായി വരട്ടെ. ഒരുപാട് വലിയ പീസ് അല്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കായി വരും. എങ്കിലും ഏകദേശം ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്.
നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് ഇനി എണ്ണയിൽ നിന്നിത് മാറ്റാം. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഈ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് ഒന്നും മറന്നു പോകണ്ട. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കനിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി മേലെ സ്പ്രെഡ് ചെയ്ത ശേഷം ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യുക. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കല്യാണ വീട് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.